നമസ്കാരം. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം എന്നുള്ള ഒരു പഴമൊഴിയുണ്ട്. അതുപോലെയാണ് ഈ CPM സഖാക്കന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഇടതുമുന്നണിയുടെ ഒരു ഭാഗമായിട്ടുള്ള CPIയിലെ ആളുകളുടെയും കാര്യം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയനെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശിങ്കടുകളെയും കുറിച്ച് കുറ്റം പറയാനല്ലാതെ ഇന്ന് ആർക്കും സമയമില്ല. കാരണം അവരെ പുകഴ്ത്തി പറയാനുള്ള കാര്യമൊന്നും ഇവിടെ ഇല്ല എന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇടതുമുന്നണി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ നമ്മൾ അതിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 നിലയിലാണ് ഇടത് പൊട്ടിയത് എന്നതും നാം കണ്ടു. ഇതിനിടെ തിരുത്തൽ നടപടി വേണം എന്നതൊക്കെ CPI ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ നേതൃത്വമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരോട് ഉപദേശിക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്ന് ഒരു തെല്ല് മാറ്റം പിന്നീട് അങ്ങോട്ടും ഉണ്ടായിരുന്നില്ല. അഴിമതിയും ആരോപണവും ആർഭാടവും മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്നും സന്തോഷപ്പെടുത്തുന്നത്. അതിന്റെ ഭാഗമായി ബാക്കിയുള്ള സഖാക്കന്മാരും കൂടെ ഒപ്പം നിൽക്കുന്നു എന്നത് തന്നെയാണ് വസ്തുത. ഇപ്പോൾ ഇങ്ങനെയാണ് നടപടി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി ഈ നാട്ടിലുള്ള കമ്മ്യൂണിസം നഷ്ടപ്പെടും, അല്ലെങ്കിൽ കമ്മ്യൂണിസം നശിക്കും എന്നത് ഉറപ്പിക്കുകയാണ് CPI പ്രവർത്തകർ. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെയുള്ള പേരുദോഷങ്ങളൊന്നും കേൾക്കാൻ വകയിരുത്തരുത്. അതിന് തങ്ങൾ ക്ലിയർ ആയിരിക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് CPI എത്തുകയാണ്. അതിന്റെ പേരിൽ എവിടെയൊക്കെയോ കണക്ക് കൂട്ടലുകൾ പിഴച്ചിട്ടുണ്ട്, അത് മനസ്സിലാക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കുള്ളിൽ നേതാക്കന്മാർക്കെതിരെ അന്വേഷണം നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. അതായത് പാർട്ടി നേതാക്കൾക്കെതിരായ അഴിമതി, പണപ്പിരിവ്, പെരുമാറ്റ ദൂഷ്യം എന്നിവ സംബന്ധിച്ചുള്ള പരാതികളെല്ലാം അന്വേഷിക്കാൻ വേണ്ടി CPI ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. രണ്ടാം LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറി വന്ന പശ്ചാത്തലത്തിലാണ് CPIയുടെ ഇങ്ങനെയുള്ള ഒരു തീരുമാനം. തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി അറിയാതെ വൻതോതിൽ പണം പിരിച്ചെന്ന പരാതിയിൽ പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി PR ഗോപിനാഥിനെതിരെ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള KR ചന്ദ്രമോഹനെയാണ് ഏകംഗ കമ്മീഷനായി നിയമിച്ചത്. തിരഞ്ഞെടുപ്പ് കാലത്തെ പണപ്പിരിവിന് പുറമെ സ്ഥലം മാറ്റിയതിന് പണം വാങ്ങിയ പരാതികളും സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നിലുണ്ട്. പാർട്ടി അറിയാതെ പണം പിരിച്ചതായി ഒരു മന്ത്രിക്ക് തന്നെ ബോധ്യം വന്ന സാഹചര്യത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കണം എന്ന നിലപാടിൽ ഉറക്കുകയാണ് CPI. പെട്ടെന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നും ഈ തീരുമാനത്തിന് പിന്നാലെ പാർട്ടി അറിയിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ CPI ലോക്കൽ കമ്മിറ്റി അംഗത്തെ വിളിച്ചു വരുത്തി കമ്മീഷൻ മൊഴിയെടുത്തു കഴിഞ്ഞു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ ഇത്തരം പരാതികളിൽ കമ്മീഷനെ നിയോഗിച്ച് പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെയാണ് ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത്. പേരുമാറ്റ ദൂഷ്യ പരാതിയിൽ കോട്ടയത്തെ നേതാവിനെതിരെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്ന കാനം പക്ഷക്കാരനാണ്. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങും മുമ്പ് എല്ലാ ജില്ലകളിലെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും തിരുത്തലുകൾ വരുത്താനുമാണ് പരിപാടി. സംഘടനാ വിഷയങ്ങൾ മാത്രം അജണ്ടയാക്കി സെപ്റ്റംബർ 5, 6 തീയതികളിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. പാലക്കാട് അടക്കമുള്ള ജില്ലകളിലെ വിഭാഗീയത ചർച്ചയ്ക്ക് മറ്റൊരു വശം കൊണ്ടെത്തിക്കുമെന്നുള്ള സൂചനയുമുണ്ട്. പ്രാദേശിക തലത്തിൽ സഹകരണ ബാങ്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ സംബന്ധിച്ച അഴിമതികളും അന്വേഷണത്തിന് വിധേയമാക്കിയേക്കും. ലഭിക്കുന്ന പരാതികളിൽ കഴമ്പുണ്ടെന്ന് പ്രാഥമികമായി കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായും അന്വേഷിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് CPI സംസ്ഥാന നേതൃത്വം. ജില്ലാ ഘടകങ്ങൾക്ക് താഴെയുള്ള ഘടകങ്ങളിലെ പരാതികളും കൃത്യമായി അന്വേഷിക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് കൂടെ നടന്ന ഇനിയും പേരുദോഷം കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് CPI നിലപാടുകൾ എടുക്കുകയാണ്. ഇനി വേണമെങ്കിൽ CPI ഇത്തരത്തിൽ നിലപാടുകൾ എടുത്ത് പഠിച്ച കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഇടതുമുന്നണിയുടെ പ്രധാന ആളുകളായ CPMകാർ ഇതിന്റെ തിരുത്തൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഇനി വേണമെങ്കിൽ ഇടതുമുന്നണിയിൽ നിന്ന് CPI വിട്ടു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്.